ഹലോ ഡിയേഴ്സ്, ഒരു ചിരട്ട കമഴ്ത്തി വെച്ച പോലെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വാണിയമ്പലം പാറമലയിലാണ് നയനാനന്ദകരമായ നയനമനോഹരമായ മനസ്സ് കുളിരണിയിക്കുന്ന സുന്ദര കാഴ്ചകൾ. മന്ദമാരുതൻ്റെ തലോടലേറ്റ് ചാഞ്ചാടുന്ന നൃത്തമാടുന്ന പുളകിതരായ പുൽക്കൊടികൾ, പുഷ്പിച്ചു നിൽക്കുന്ന കുറ്റിച്ചെടികൾ, അതിമനോഹരമായ ദൃശ്യവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. പൊൻകതിർ പോലെ മനോഹരമായ പുല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞത് ഇതൊക്കെ ആയിരിക്കാം. നെൽമണികൾ വിളഞ്ഞു നിൽക്കുന്നത് പോലെ പുൽച്ചെടികൾ കായ്ച്ച് വിളഞ്ഞ് പൊൻനിറത്തിൽ വർണ്ണശബളമായി ചാഞ്ചാടുന്ന രംഗം. അതിന് ബാക്ക്ഗ്രൗണ്ട് പോലെ പച്ചപ്പ്. ഈ പൊരുവെയിലിൽ പാറപ്പുറത്ത് ഇത്രയും വളരെ ആരോഗ്യകരമായി വളർന്നു നിൽക്കുന്ന പുൽച്ചെടികൾ, അതോടൊപ്പം തന്നെ ചെമ്പ് നിറത്തിലും സ്വർണ്ണ നിറത്തിലും ഒക്കെ ഉള്ള പുൽച്ചെടികൾ. ഇവിടെ നോക്കിയേ, ഒരു കൈക്കുമ്പിളാകൃതിയിൽ ഏത് വേനലിലും വറ്റി വരണ്ടു പോകാത്ത പുണ്യ ജലാശയം. അതും ഒരു മനോഹര അത്ഭുതകരമായ കാഴ്ചയാണ്. ഇവിടെ പച്ചപ്പിനും ചെമ്പ് നിറവും സ്വർണ്ണ നിറവും എല്ലാം ചേർന്ന ഒരു നിറക്കൂട്ട് തന്നെയാണ്. ഈ പുല്ലുകൾ കതിരിട്ട് നിൽക്കുന്നത് നോക്കിയേ, വളരെ ആകർഷകമാണ്. ഈ പാറമലയ്ക്ക് മുകളിൽ കയറിയിരുന്നാൽ ചുറ്റുമുള്ള പ്രദേശങ്ങൾ വളരെ മനോഹരമായി കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു കടൽ ബീച്ചിലിരിക്കുന്ന പ്രതീതിയാണ്. നല്ല വായു സഞ്ചാരമുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ നാട്ടിലെയും പുറം നാട്ടിലെയും ഒക്കെ ഉള്ള ആളുകൾ കുടുംബസമേതം ഇവിടെ വന്നിരിക്കാറുണ്ട്. അവരുടെ ഫോട്ടോസുകൾ ഞാൻ ഇതിൽ പകർത്തിയിട്ടില്ല. ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാണിയമ്പലം പാറമല. വാണിയമ്പലത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്ററോളം അമരമ്പലം റോട്ടിൽ കൂടി മുന്നോട്ട് പോയാൽ ഇവിടെ എത്തിച്ചേരാം. ഈ നീണ്ട നെൽക്കതിരിട്ട പുല്ലിന് പുറമെ ഇത് നോക്കിയേ, കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന അമ്പെയ്യും പുല്ല്. ഞാനൊക്കെ സ്കൂളിൽ പണ്ട് ഉഗ്രപുരം പെരുമ്പറമ്പ് അരീക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ നോക്ക്, ഈ പുല്ലിൻ്റെ അറ്റം ഇവിടെ മുറിച്ച് വായിലിട്ടൊന്ന് നനച്ച് അത് ഒരമ്പ് പോലെ കുട്ടികളെ എഴുതാൽ അവരുടെ ഷർട്ടിൽ അത് ഇങ്ങനെ അമ്പ് കൊണ്ട രീതിയിൽ തൂങ്ങി നിൽക്കുന്നത് കാണാം. വളരെ മനോഹരമാണ്. അന്നത്തെ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു കളി ഇതായിരുന്നു. ഉഗ്രപുരം പെരുമ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ റോഡിലിൻ്റെ അരികിലെല്ലാം ഇവ ധാരാളമായി വളർന്ന് നിൽക്കുമായിരുന്നു.
പ്രകൃതി ഒരുക്കിയ പൂങ്കാവനമാണിവ. പുൽച്ചെടികളുടെ ഒരു പൂന്തോട്ടം. അടുത്തൊന്നും ഇത്രയും മനോഹരമായ ഒരു പുൽമേട് കാണാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ അമ്പെയ്യും പുല്ല്. ഇവങ്ങനെ വെള്ളി രേഖ പോലെ